സംസ്ഥാനത്ത് ഇന്നും നാളെയും സൂര്യാഘാത മുന്നറിയിപ്പ് തുടരും. താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ മുന്നറിയിപ്പ്. സൂര്യാഘാതം നേരിടുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. VR കാർത്തിക് ചേരുന്ന വിശദാംശങ്ങളുമായി. കാർത്തിക്, ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടി വരികയാണ്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ? ഇന്നെന്തായാലും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടല്ലോ, ഈ വിഷയമടക്കം ചർച്ചയാവില്ലേ? രഞ്ജിനി, അനുദിനം വേനൽ കടുക്കുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ കനത്ത ചൂട് തുടരുന്നു. പാലക്കാടാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. 41 ഡിഗ്രിയായിരുന്നു ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട്. ഇന്നും ആ സാഹചര്യം തന്നെ തുടരും. ഈ വരുന്ന 3 ദിവസങ്ങൾ കൂടി സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ശരാശരി താപനില 3 ഡിഗ്രി വരെ ഉയരും എന്നാണ് മുന്നറിയിപ്പ്. ഇതനുസരിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ നൽകിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന മുന്നറിയിപ്പുമുണ്ട്. ഇന്നലെ മാത്രം സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികളിൽ 60 പേരാണ് സൂര്യാഘാതം മൂലവും അതോടൊപ്പം തന്നെ സൂര്യതാപത്തിൽ പൊള്ളലേറ്റും ചികിത്സ തേടിയത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയവരുടെ എണ്ണമാണ് 60. ഈ സാഹചര്യത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യാഘാതമേറ്റ് നിരവധി പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. വേനലിനെ തുടർന്ന് കടുത്ത വരൾച്ചയാണ് കേരളം കാത്തിരിക്കുന്നത്. ഇതനുസരിച്ചുള്ള പ്രതിരോധ നടപടികളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. ജില്ലാ കളക്ടർമാർക്ക് 50,000 രൂപ വീതം അനുവദിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ഇത് വേഗത്തിലാക്കും. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബത്തിന് സൂര്യാഘാതം മൂലമാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളവർക്ക് 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് ചില തടസ്സങ്ങളുണ്ട്. അത്തരം തടസ്സങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ഇത്തരം കാര്യങ്ങൾക്ക് വേണമോ എന്നതടക്കമുള്ള കാര്യങ്ങളാകും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരിക. സ്വാഭാവികമായും ഇന്ന് വേനൽ സംബന്ധിച്ചും അതോടൊപ്പം തുടർന്നുണ്ടാകുന്ന വരൾച്ച സംബന്ധിച്ചുമൊക്കെയാവും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയാവുക. ഏതായാലും നിലവിലെ സാഹചര്യം ഇന്നും നാളെയും മറ്റന്നാളും തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് ശരാശരി 3 ഡിഗ്രി വരെ ചൂട് ഉയരും. ഇന്നലെ കോട്ടയത്ത് ശരാശരിയിൽ നിന്ന് 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നിരുന്നു. 39.1 ആയിരുന്നു തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയ ചൂട്. അതോടൊപ്പം തന്നെ പുനലൂരിലും ഏതാണ്ട് 39 ഡിഗ്രി ചൂട് ഇന്നലെ രേഖപ്പെടുത്തി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് തൊഴിൽ വകുപ്പിന്റെ ചുമതലയാണ്. ഈ തൊഴിൽ വകുപ്പിന്റെ ഇത്തരം പരിശോധനകൾ കർശനമാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും. രഞ്ജിനി. ശരി കാർത്തിക്. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെയും പ്രതി മുഹമ്മദ് റോഷനെയും പോലീസ് ഇന്ന് നാട്ടിലെത്തിക്കും. റോഡ് മാർഗം മുംബൈയിൽ നിന്നും ഇരുവരെയും പോലീസ് സംഘം ഓച്ചിറയിൽ എത്തിക്കുക. ഇരുവരെയും ഇന്നലെ രാവിലെയാണ് മുംബൈ പനവേലിൽ നിന്നും പ്രത്യേക ഷാഡോ പോലീസ് സംഘം കണ്ടെത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം റോഷന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരെ നാട്ടിലേക്ക് എത്തിക്കുന്നത് വൈകും, ഓച്ചിറയിലേക്ക് എത്തിക്കുന്നത് വൈകും എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പ്രത്യേക ഷാഡോ പോലീസ് സംഘം മുംബൈയിൽ നിന്നും യാത്രപ്പെട്ടത്. റോഡ് മാർഗമാണ്, പോലീസിന്റെ വാഹനത്തിലാണ് യാത്ര. അതുകൊണ്ട് തന്നെ അത്രയും സമയം എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തുമെന്നാണ് നേരത്തെ പോലീസ് സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്ന സൂചന. എന്നാൽ ഇത് നാളത്തേക്കാകും, വൈകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാളെ രാവിലെ 10 മണിയോടുകൂടി എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉച്ചയോടുകൂടി എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നതും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റിലായപ്പോൾ തന്നെ, കസ്റ്റഡിയിലായപ്പോൾ തന്നെ ഈ മുഹമ്മദ് റോഷനെ പനവേൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവിടുന്ന് ട്രാൻസിറ്റ് വാറണ്ടോടുകൂടിയാണ് ഇപ്പുറത്തേക്ക് ഓച്ചിറയിലേക്ക് കരുനാഗപ്പള്ളി കോടതിയിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുന്നതും. ഒപ്പം ഈ പെൺകുട്ടിയെയും ഇന്നലെ വീണ്ടെടുത്തിരുന്നു. പനവേലിന് സമീപത്തെ ഗ്രാമത്തിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയെ വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത് ഇവിടെ എത്തിച്ചതിന് ശേഷമാകും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പെൺകുട്ടിയുടെ വയസ്സ് സംബന്ധിച്ച് ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. അത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മൊഴിയിലടക്കം പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, 14 വയസ്സ് മാത്രമാണ് ഇപ്പോഴും പ്രായമെന്നാണ്. പക്ഷേ
ഇതിൽ മുഹമ്മദ് റോഷൻ ഇന്നലെ കസ്റ്റഡിയിലായപ്പോൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞത് പെൺകുട്ടി പ്രായപൂർത്തിയായ ആളാണ്, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്നാണ് മുഹമ്മദ് റോഷൻ ഇന്നലെ പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച രേഖകൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇതുവരെ ഹാജരാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദ്യപരിശോധന അതിൽ നടത്തേണ്ടി വരും. മാത്രമല്ല മറ്റെന്തെങ്കിലും രീതിയിലുള്ള പീഡനങ്ങൾക്കോ മറ്റോ ഇരയായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത്, പോക്സോ നിയമം അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെങ്കിൽ പോലീസ് അത് ചെയ്യുക. എന്തായാലും നാളെയോടുകൂടി എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.